നമസ്കാരം. കാലം 1960കളുടെ പകുതി. പത്തനംതിട്ടയിലെ മലയോര ഗ്രാമമായ റാന്നിയിലെ മന്ദമരുതി അന്ന് പുറം ലോകത്തിന് അപരിചിതമായ ഒരു ശാന്തഭൂമിയായിരുന്നു. തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ വിയർപ്പ് കണങ്ങൾ വീണ മണ്ണ്. പ്രകൃതി അതിൻ്റെ വന്യമായ സൗന്ദര്യം മന്ദമരുതിയുടെ കയങ്ങളിലും കാട്ടുവഴികളിലും ഒളിപ്പിച്ചു വെച്ചിരുന്ന കാലം. എന്നാൽ 1966 ജൂൺ 16 ആ പുലരി മന്ദമരുതിയുടെ ശാന്തതയെ എന്നേക്കുമായി ഭേദിച്ചു. ചരിത്രത്തിന്റെ താളുകളിൽ ചോരകിനിയുന്ന ഒരു അധ്യായത്തിന് തുടക്കമാവുകയായിരുന്നു അവിടെ. നേരം പുലരുന്നതേയുള്ളൂ. പതിവ് പോലെ ജോലിക്ക് പോയ തൊഴിലാളികൾ കണ്ടത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയായിരുന്നു. മാടത്തരുവിക്കടുത്തുള്ള നടവഴിയിൽ പകുതി മൂടിയ നിലയിൽ വികൃതമാക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതശരീരം. മുഖത്തിന്റെ ഒരു ഭാഗം അടിച്ചു തകർക്കപ്പെട്ടിരുന്നു. നെഞ്ചിലും വയറ്റിലും ആഴത്തിലുള്ള മുറിവുകൾ. ഒരു പുതപ്പ് കൊണ്ട് മാത്രം പുതപ്പിച്ച ആ അജ്ഞാതരൂപം ആരുടേതാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മന്ദമരുതിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നടുക്കം അവിടെ ആരംഭിച്ചു. പോലീസിനാദ്യം ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരതിൻ്റെ കാര്യമായ അന്വേഷണം നടത്തിയില്ല എന്ന് തന്നെ പറയാം. ഒടുവിൽ അജ്ഞാത മൃതദേഹത്തെക്കുറിച്ച് പത്രത്തിൽ വന്ന ഒരു വാർത്ത കേസിന് വഴിത്തിരിവായി. പത്രവാർത്ത കണ്ട് 2 ദിവസത്തിന് ശേഷം ആലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രായമായ അമ്മ കടന്നു ചെന്നു. മകളെ കാണാനില്ലെന്നും അവളാണോ മരിച്ചതെന്ന് സംശയമുള്ളതായും അവരറിയിച്ചു. പോലീസ് അവരെയും കൂട്ടി നേരെ റാന്നിയിൽ ചെന്നു. ആഭരണങ്ങൾ കണ്ടപ്പോൾ തന്നെ കൊല്ലപ്പെട്ടത് തൻ്റെ മകൾ മറിയക്കുട്ടി തന്നെയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ചങ്ങനാശ്ശേരിയിലെ ഒരു വികാരി അച്ഛനെ കാണാനാണെന്നും പറഞ്ഞാണ് മറിയക്കുട്ടി വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് അവർ മൊഴി നൽകി. 5 മക്കളുടെ അമ്മയായ ആ വിധവയുടെ മരണം വലിയൊരു വിവാദത്തിലേക്ക് വിരൽ ചൂണ്ടി. അന്വേഷണം എത്തിച്ചേർന്നത് ചങ്ങനാശ്ശേരിയിലെ പുരോഹിതനായ ഫാദർ ബെനഡിക്റ്റ് ഓണംകുളത്തിലേക്കാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴേ അദ്ദേഹം കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അവകാശപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് മന്ദമരുതിയും മാടത്തരുവിയും വാർത്തകളിൽ നിറഞ്ഞു. മറിയക്കുട്ടിയുമായി അച്ഛന് ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. അവരുടെ ഒരു കുട്ടിയുടെ പിതാവ് അച്ഛനാണെന്നും കുട്ടിയെയും കൂട്ടി ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ കാണാൻ മറിയക്കുട്ടി പോവാറുണ്ടെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് എഴുതി ചേർത്തു. മറിയക്കുട്ടിയുടെ ഭീഷണി സഹിക്കവയ്യാതെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതായിരുന്നു എന്ന് കേസിൽ രേഖപ്പെടുത്തി. തെളിവുകളെല്ലാം ആ പുരോഹിതന് എതിരായിരുന്നു. കൊല്ലാൻ ഉപയോഗിച്ച ആയുധവും പോലീസ് കണ്ടെടുത്തു. വിശ്വാസത്തിന്റെ ഇടനാഴികളിൽ നിന്ന് ഒരു പുരോഹിതൻ ഒരു കൊലക്കേസ് പ്രതിസ്ഥാനത്തേക്ക് എത്തിയതോടെ മാടത്തരുവി എന്ന പേര് കേരളത്തിലെ ഓരോ വീടുകളിലും ചർച്ചയായി. സെഷൻസ് കോടതിയിൽ വാദപ്രതിവാദങ്ങൾ മുറുകി. തെളിവുകളെല്ലാം നിരത്തി പോലീസും പ്രോസിക്യൂഷനും ആ പുരോഹിതനെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിക്കഴിഞ്ഞിരുന്നു. ഒടുവിൽ കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട അപ്പീലിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഹാജരാക്കിയ ആയുധം കൊണ്ട് ഒരു കോഴിയെപ്പോലും ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും സാക്ഷിമൊഴികളുടെ വൈരുദ്ധ്യവും ബെനഡിക്റ്റ് അച്ഛനെ കുറ്റവിമുക്തനാക്കി. എന്നാൽ ഫാദർ ബെനഡിക്റ്റ് ഒരു കുറ്റവാളിയല്ലെന്ന് വിശ്വസിച്ച വിശ്വാസി സമൂഹം ഒരിക്കലും അദ്ദേഹത്തെ ഒരു കൊലപാതകയായി കണ്ടില്ല. അതിനൊക്കെ അവർക്ക് അവരുടേതായ വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥ കുറ്റവാളി മറ്റൊരാളാണെന്നും ഒരു കുംഭസാര രഹസ്യമാണ് ഫാദറിനെ നിശബ്ദനാക്കിയതെന്നും പറയപ്പെടുന്നു. അതൊക്കെ വലിയ വലിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഈ കൊലപാതകം മലയാള സിനിമയെയും ആഴത്തിൽ സ്വാധീനിച്ചു. ഒരേ മാസം 2 സിനിമകളാണ് മാടത്തരുവിയുടെ പശ്ചാത്തലത്തിൽ പുറത്തിറങ്ങിയത്. 1967 ജൂൺ 2 ആദ്യ ചിത്രമായ മൈനത്തരുവി കൊലക്കേസ് പുറത്തിറങ്ങുന്നത്. ഇതിഹാസ സംവിധായകൻ കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ സത്യനും ഷീലയും കൊട്ടാരക്കര ശ്രീധരൻ നായരും വെള്ളിത്തിരയിൽ ആ ചോരക്കഥ പുനരാവിഷ്കരിച്ചു. എന്നാൽ അവിടെയും കാര്യങ്ങൾ അവസാനിച്ചില്ല. കൃത്യം 14 ദിവസങ്ങൾക്ക് ശേഷം PA തോമസ് സംവിധാനം ചെയ്ത മാടത്തരുവി തിയേറ്ററുകളിലേക്കെത്തി. KP ഉമ്മറും സുകുമാരിയും പ്രധാന വേഷങ്ങളിലെത്തിയ മാടത്തരുവിയും വളരെയധികം ശ്രദ്ധ നേടി. ഒരേ കഥ, ഒരേ പശ്ചാത്തലം, ഒരേ സമയം രഹസ്യമായി ചിത്രീകരിച്ച് തിരക്കഥ ചോരാതിരിക്കാൻ മുൻകരുതലുകൾ എടുത്ത് നിർമ്മിക്കപ്പെട്ട ഈ 2 സിനിമകളും ഇന്നും മലയാള സിനിമയിലെ അത്ഭുത അധ്യായങ്ങളായി നിലകൊള്ളുന്നു. ഒന്ന് MC അപ്പച്ചൻ രചന നിർവഹിച്ച മൈനത്തരുവി കൊലക്കേസും മറ്റൊന്ന് ജഗതി NK ആചാരി രചന നിർവഹിച്ച മാടത്തരുവിയും.